സംസ്ഥാനത്ത് ഇന്നും കടൽക്ഷോഭത്തിന് സാധ്യതയുണ്ട്. ഉയർന്ന തിരമാലയ്ക്ക് സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പുണ്ട്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, തൃശൂർ ജില്ലകളിലാണ് ഇന്നലെ ശക്തമായ കടലാക്രമണമുണ്ടായത്. തിരുവനന്തപുരത്തെ വിവിധ തീരദേശ മേഖലകളിൽ വീടുകളിൽ നിന്ന് പൂർണ്ണമായും വെള്ളം ഇറങ്ങിയിട്ടില്ല. തിരുവനന്തപുരം മുതലപ്പുഴയിൽ വീണ്ടും വള്ളം മറിഞ്ഞ് അപകടമുണ്ടായി. അപകടത്തിൽപ്പെട്ട 5 തൊഴിലാളികളെ രക്ഷപ്പെടുത്തി. അഞ്ചുതെങ്ങ് സ്വദേശിയുടെ വള്ളമാണ് മറിഞ്ഞത്. മറിഞ്ഞ വള്ളം കടലിലേക്ക് ഒഴുകിപ്പോയി. അടുത്തേം പിടിച്ചളിയ അതും പിടിച്ചളിയ ആറില്ലായിരുന്നു വെള്ളത്തിന്റെ അടിയിലായിട്ട് മേടിക്ക വെള്ളം മറ്റേ ചെയ്യല്ല ഏട്ടാ. തൃശൂർ പെരിഞ്ഞനത്ത് കടൽക്ഷോഭത്തിലുണ്ടായ നാശനഷ്ടം പരിഹരിക്കുന്നതിന് അടിയന്തര ധനസഹായം പ്രഖ്യാപിക്കണമെന്ന് മത്സ്യത്തൊഴിലാളികൾ ആവശ്യപ്പെട്ടു. 45 ലക്ഷം രൂപ വില വരുന്ന വല കടൽക്ഷോഭത്തിൽ നശിച്ചതായും 3 വള്ളങ്ങൾക്കും കേടുപാടുകൾ സംഭവിച്ചതായും മത്സ്യത്തൊഴിലാളികൾ പറയുന്നു.